നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൗഢോജ്വലമായി CCTV വിദ്യാഭ്യാസ പുരസ്കാരം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരം 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിതരണം ചെയ്തത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TD രാമകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, KP സാക്സൺ, സകിലൻ പത്മനാഭൻ, സുബീഷ് തെക്കൂട്ട്, PS ടോണി, മനീഷ എന്നിവരെ സമാദരിച്ചു. മികച്ച സംരംഭകരായ സജിത് ചോലയിൽ, റെജി B ചെറുവത്തൂർ എന്നിവർക്ക് സംരംഭകമിത്ര പുരസ്കാരവും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരിയങ്കണ്ടത്തിന് കാരുണ്യമിത്ര പുരസ്കാരവും നൽകി ആദരിച്ചു. കലാകായിക പഠനരംഗത്തെ മികവ് പരിഗണിച്ച വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദുകൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരങ്ങളായ പാർവതി രാജൻ ശങ്കരാടി, മീനരാജ് പള്ളുരുത്തി, നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80%-ലേറെ മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. വാർത്തകളോടൊപ്പം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ചാനലാണ് CCTV എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റുള്ളവരുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുവാനും ആദരവും അനുമോദനവും നൽകി പ്രോത്സാഹിപ്പിക്കുവാനും തയ്യാറാകുന്നത് വലിയ സവിശേഷതയാണ്. മാതൃകാപരമായ ഈ നിലപാടാണ് CCTVയെ ജനകീയ ചാനലാക്കി മാറ്റിയത്. ഇത്തരം ആദരവുകൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ തിരിച്ചു നൽകുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. കേരളത്തിലെ വലിയ സംരംഭക പ്രസ്ഥാനമായ കേരള വിഷനും സിഒയും സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിബന്ധങ്ങൾക്കിടയിലും വിജയം കൈവരിച്ച് മുന്നോട്ടു പോകുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി AK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജനഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ നിലനിർത്താൻ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന നിലക്കാണ് ഈ കേബിൾ TVയുടെ പ്രവർത്തനത്തെ നാം വിലയിരുത്തേണ്ടത്. അവർ കേവലം വാർത്താവിനിമയ മേഖലയിൽ മാത്രമല്ല, തങ്ങളുടെ പ്രദേശത്ത് പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. മാർക്കും അതിൻ്റെ കാര്യങ്ങൾ നൽകുമ്പോൾ കുറേ പേര് ജയിക്കും, കുറേ പേര് തോക്കും. പക്ഷെ അവർ നിങ്ങളോടൊപ്പം എത്തി എന്നുള്ളതാണ്. മത്സര പരീക്ഷകളിൽ എഴുതാൻ മാത്രം, പങ്കെടുക്കാൻ മാത്രമുള്ള ശേഷി അവർ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ്. ആ ശേഷി വളർത്തിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ കൂടിയാണ് ഈ സംരംഭം സഹായമാവുക എന്ന് ഞാൻ കരുതുന്നു. അവർക്ക് പ്രേരണയാവണം, മാതൃകയാവണം. അതിനു പകരം ഞാൻ നിന്നേക്കാൾ മിടുക്കിയാണ് എന്ന് ഭാവിക്കുകയാണ് വേണ്ടത്. ജീവിത സ്വപ്നങ്ങളും ലക്ഷ്യബോധവും ഉള്ളവരായിരിക്കണം വിദ്യാർത്ഥികളെന്ന് പ്രശസ്ത സഞ്ചാരിയും സംസ്ഥാന ആസൂത്രണ സമിതി അംഗവുമായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. CCTV 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനസ്സിൽ തീയുള്ളവരായിരിക്കണം വിദ്യാർത്ഥികൾ. ജീവിതത്തിൽ ഏത് മേഖല തെരഞ്ഞെടുത്താലും അതിലൊരാളായി മാത്രം മാറാതെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നവരായി മാറാൻ ഓരോ കുട്ടികളും പരിശ്രമിക്കണം. ചരിത്രവിധിയെ മാറ്റിമറിക്കാൻ കഴിയുന്നവരെ ലോകം ആദരിക്കും.
ഉന്നത വിദ്യാഭ്യാസം നേടി നാടിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കേരളത്തിന് മുതൽക്കൂട്ടാകാൻ ഓരോ വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ കഴിയണമെന്നും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് CCTV നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സന്തോഷ് ജോർജ് കുളങ്ങര അഭിപ്രായപ്പെട്ടു. ഉന്നത വിജയം നേടി നല്ല വിദ്യാഭ്യാസം നേടി ഏറ്റവും മികച്ച പ്രൊഫഷണലുകളായി മാറി നാളെ ഈ നാട് വിട്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നവരാണോ എന്ന ആശങ്ക. ഈ നാട്ടിലെ സാധ്യതകൾ പോരാ എന്ന് കണ്ടെത്തി എന്ന് തിരിച്ചറിഞ്ഞ് മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ഇവരുടെ ജീവിതവും പ്രതിഭയും സമർപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണോ എന്നൊരാശങ്ക. നമ്മുടെ നാടിന് ഈ മിടുമിടുക്കന്മാരെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും കഴിയുന്നില്ലല്ലോ എന്നൊരാശങ്ക, ഒരു ദുഃഖം. തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് മുതൽക്കൂട്ടുകളാവേണ്ട നിങ്ങൾ ഈ കേരളത്തിന്റെ ഭാഗമായി, ഈ കേരള സമൂഹത്തിന്റെ ഭാഗമായി ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും ആഗ്രഹിക്കാനും മാത്രമേ എനിക്ക് തൽക്കാലം സാധ്യമാവൂ. പക്ഷെ ഒന്നെനിക്കറിയാം, വരും നാളുകളിൽ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടി പുതിയ സാധ്യതകൾ തേടി പ്രയാണം നടത്തുന്ന പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞു വരും എന്നാണ് എന്റെ പ്രതീക്ഷ. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന CCTV സീനിയർ എഡിറ്റർ PS ടോണിക്ക് CCTV കുടുംബത്തിന്റെ ആദരം. CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിലാണ് ടോണിയെ ഉപഹാരം നൽകി ആദരിച്ചത്. CCTV എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന മുഖം PS ടോണിയുടേതാണ്. ആധുനിക വാർത്താ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് പ്രാദേശിക വാർത്തകൾ അറിയാൻ CCTVയെ മാത്രം ആശ്രയിച്ചിരുന്നവർക്കും പുതുതലമുറയ്ക്കും PS ടോണിയുടെ മുഖം സുപരിചിതമാണ്. CCTVയുടെ മുഖം എന്ന് തന്നെ PS ടോണിയെ വിശേഷിപ്പിക്കാം. തന്റെ 17ാമത്തെ വയസ്സിലാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ബാലപാഠവുമായി ടോണി CCTVയിലെത്തിയത്. സാങ്കേതിക പരിമിതിയുടെ ആ കാലഘട്ടം തൊട്ട് ആധുനിക സംവിധാന മികവിലെത്തി നിൽക്കുന്ന CCTV ന്യൂസ് ചാനലിന്റെ വളർച്ചയ്ക്കു വേണ്ടി ടോണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. നേരിന്റെ പക്ഷത്തു നിന്ന് പൊതുജന പ്രശ്നങ്ങൾ വാർത്തകളാക്കി പ്രേക്ഷകരിലെത്തിച്ച് CCTV എന്ന മാധ്യമത്തെ ജനകീയമാക്കുന്നതിൽ ടോണിയുടെ ഇടപെടലുകൾ പ്രശംസനീയമാണ്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന കലാകായികോത്സവങ്ങളും അതിന്റെ നിറവും വീര്യവും കുറയാതെ ആകർഷകമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ CCTVക്ക് കഴിയുന്നത് ടോണിയുടെ നേതൃത്വപാഠവും കൊണ്ടാണെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. സൗമ്യമായ മുഖഭാവത്തിലും പക്വതയാർന്ന പെരുമാറ്റത്തിലും സ്നേഹം പിടിച്ചുപറ്റുന്ന ടോണി എന്ന മാധ്യമപ്രവർത്തകൻ CCTVയുടെ മുതൽക്കൂട്ടാണ്. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് SSLC അവാർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 18 വർഷവും ഇതിൻ്റെ അരങ്ങിൽ അല്ലെങ്കിൽ അണിയറയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ആദ്യ വർഷം 35 പേർക്ക് അവാർഡ് കൊടുത്ത സമയം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് ശരിക്കും അപ്രതീക്ഷിതമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് SSLC ഫലപ്രഖ്യാപനം വന്ന അന്ന് മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫീസിൽ അതിൻ്റെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ജോൺസേട്ടൻ പറഞ്ഞ അങ്ങനെ ഒരു ആദരമുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്ന ഒരു അവാർഡാണ്. ഞാനെൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ CCTVയിൽ എത്തിയതാണ്. ഇവിടെ ഒരു ഹ്രസ്വകാല കോഴ്സ് ജേർണലിസ്റ്റ് ട്രെയിനി എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വരികയും അതിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടുകയും അതിനുശേഷം അവിടെ തുടർച്ചയായി നിൽക്കുകയും ചെയ്തിരുന്നു. പരിമിതമായ സാഹചര്യത്തിലായിരുന്നു പണ്ടത്തെ സ്റ്റുഡിയോ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റഷ്യക്കൊക്കെ അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ മാറി ഇപ്പോൾ വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. തത്സമയ വാർത്ത വന്നു. വാർത്ത വായിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ, ഓഡിയോ എടുക്കാൻ, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സ്ഥാപനം CCTV നൽകുന്ന ഈ ആദരത്തിൽ വളരെയധികം ഹൃദയപൂർവ്വം സന്തോഷം എനിക്കുണ്ട്. മടുപ്പില്ലാതെ മടുപ്പിക്കാത്ത മാധ്യമപ്രവർത്തനം കൈമുതലാക്കി മാധ്യമരംഗത്ത് 2.5 പതിറ്റാണ്ടിലേക്ക് നടന്നു കയറുന്ന PS ടോണിയെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാടണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പ്രൗഢോജ്വലമായി CCTV വിദ്യാഭ്യാസ പുരസ്കാരം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ പ്രതിഭകളെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. സാഹിത്യകാരനും നാടകരചയിതാവുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി,
ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ. മലയാള കവികളിൽ ശ്രദ്ധേയനും മികച്ച പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ. അക്ഷരശ്ലോകമെന്ന കാവ്യാർത്ഥക കലയ്ക്കായി ജീവിതം സമർപ്പിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ. പ്രശസ്ത മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനും നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായ സുബീഷ് തെക്കൂട്ട്. മാധ്യമപ്രവർത്തന രംഗത്ത് 2.5 പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി. സ്കൂൾ തലം മുതൽ സർഗസാന്നിധ്യം കൊണ്ടും മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലുൾപ്പെടെ കഥകളും കവിതകളും എഴുതി ശ്രദ്ധേയനായ യുവ എഴുത്തുകാരി മനീഷ. കച്ചവട നഗരിയായ കുന്നംകുളത്തിൻ്റെ വ്യാപാരി സമൂഹത്തിൻ്റെ നായകനും ആതുര മേഖലയിലെ സജീവ സാന്നിധ്യവുമായ KP സാക്സൺ. കേബിൾ TV, ബ്രോഡ്ബാൻഡ് വ്യവസായത്തെ വിപുലപ്പെടുത്തി ദേശീയ അന്തർദേശീയ കുത്തകകളെ ചേർക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച സകിലൻ പത്മനാഭൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. CCTV പോലെ ഒരു പ്രാദേശിക ടെലിവിഷൻ നെറ്റ്വർക്ക് അവരുടെ സംപ്രേഷണം വ്യാപിപ്പിച്ചിട്ടുള്ള മുഴുവൻ മേഖലയിലെയും SSLC+2 വിജയികളെ ആദരിക്കുന്നത് ലോകത്തിന് മാതൃകയാണെന്ന് കവിയും പ്രമുഖ വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ. CCTVയുടെ ആദരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാടയും മൊമന്റോയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കോർപ്പറേറ്റ് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾക്കിടയിലും CCTVയുടെ വളർച്ച പ്രശംസനീയമാണെന്നും ലോകത്ത് പലയിടത്തും കുട്ടികൾ കൊന്നൊടുക്കപ്പെടുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുള്ളപ്പോൾ ഇത്രയേറെ കുട്ടികളെ പ്രാദേശിക ചാനലായ CCTV ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നു എന്നത് അഭിമാനകരമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. CCTV പോലെ ഒരു പ്രാദേശിക ടെലിവിഷൻ നെറ്റ്വർക്ക് അവരുടെ സംപ്രേഷണം വ്യാപിച്ച മുഴുവൻ മേഖലയിലെയും 3 മുനിസിപ്പാലിറ്റിയിലെയും 25ഓളം പഞ്ചായത്തുകളിലെയും SSLC+2 വിജയികളെ മുഴുവൻ വിളിച്ചു വരുത്തി ഇത്ര വലിയ ഒരാദരം സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ലോകത്തിന് മാതൃകയാണ്. ബഹുരാഷ്ട്ര കുത്തകകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച ആഗോള ഭീമന്മാരായ കേബിൾ ശൃംഖലകളെ തോൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് CCTV എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ജോൺസേട്ടന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. പരീക്ഷയിലെന്ന പോലെ ജീവിതത്തിലും മനുഷ്യത്വത്തിലും വിദ്യാർത്ഥികൾ ഫുൾ A+ നേടണം. അതിന് നിങ്ങൾ പുസ്തകങ്ങൾ കൂടി വായിക്കണം. എങ്കിൽ മാത്രമേ സർഗാത്മകതയുടെ ലഹരി ആസ്വദിക്കാനും രാസലഹരികളെ ഉപേക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. അധികാരം കൊണ്ടോ പോലീസിനെ കൊണ്ടോ രാസലഹരികളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അറിവിന്റെയും മാനവികതയുടെയും ലഹരി മതിയെന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ ലഹരി വിമുക്തമായ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നും ആലംകോട് കൂട്ടിച്ചേർത്തു. നിങ്ങൾ ജീവിതത്തിലും A+ നേടണം, മനുഷ്യത്വത്തിൽ ഫുൾ A+ നേടണം. അതിന് നിങ്ങൾ പുസ്തകങ്ങൾ കൂടി വായിക്കണം. പാഠപുസ്തകത്തിന് പുറത്തുള്ള TD രാമകൃഷ്ണന്റെയും രാധാകൃഷ്ണ മാഷ്ടയും എൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയില്ല, സുബീഷ് തെക്കൂട്ടിൻ്റെയും അടക്കമുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, സാഹിത്യകൃതികൾ, സർഗകൃതികൾ വായിച്ചാൽ സർഗാത്മകതയുടെ ലഹരി ഉണ്ടാകും. സർഗാത്മകതയുടെ ലഹരി ഉണ്ടായാൽ രാസലഹരികൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വരും. രാസലഹരികളെ നമുക്ക് അധികാരം കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഇല്ലാതാക്കാൻ പറ്റില്ല. ഞങ്ങളത് സ്വീകരിക്കുകയില്ല. ഞങ്ങൾക്ക് അറിവിൻ്റെ ലഹരി മതി, സർഗാത്മകതയുടെ ലഹരി മതി, മാനവികതയുടെ ലഹരി മതി എന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ ഒരു രാസലഹരി മാഫിയയ്ക്കും നമ്മുടെ യുവത്വത്തെ കീഴടക്കാൻ പറ്റില്ല. ഹൈക്കുളങ്ങര രാമവാര്യർ തൊട്ട് പുസ്തക വ്യവസായത്തിന്റെ വലിയ കേന്ദ്രമാണ് കുന്നംകുളം. ലോകത്തെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇടം കൂടിയാണ് കുന്നംകുളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച മാവറ കുരുത്തിച്ചിറത്തോട് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV ബാലകൃഷ്ണൻ, മുഹമ്മദ് റവാഹ്, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സൈദലവി, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ A വിശ്വനാഥൻ സ്വാഗതവും ഓവർസിയർ CV നരേന്ദ്രൻ നന്ദിയും പറഞ്ഞു.
തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം ബി രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൂക്ഷ്മ നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട് നവീകരിച്ചത്. 17.59 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തോട് നവീകരണം പൂർത്തിയാക്കിയത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാക്കിയ കപ്പൂരിലെ മാമറ കുരുത്തിച്ചിറ തോട് പുനരുദ്ധരിച്ച തോട് നാടിന് സമർപ്പിച്ചതായി സന്തോഷത്തോടുകൂടി അറിയിക്കുക. ഈ പദ്ധതി ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ ജില്ലാ ഓഫീസർ പറഞ്ഞത് മന്ത്രി ബജറ്റ് വിഹിതം വിശ്വസിച്ച് വകുപ്പിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു, ഞങ്ങളത് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാപ്പിക്കുളം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന തൃത്താല മണ്ഡലത്തിലെ ഭൂഗർഭജല വിധാനത്തിൽ വൻതോതിൽ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു. ഭൂമിക്കടിയിലേക്ക് വെള്ളത്തിന് ആഴ്ന്നിറങ്ങാൻ അവസരമൊരുക്കിയത് മൂലം മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതും പദ്ധതിയുടെ വിജയമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കൂറ്റനാട് ആമക്കാവ് പാപ്പിക്കുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV പ്രിയ, സ്ഥിരം സമിതി അധ്യക്ഷരായ KV സുന്ദരൻ, AM രാജൻ, P വിനീത, നവകേരള മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ P സൈദലവി, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ A വിശ്വനാഥൻ സ്വാഗതവും ഓവർസിയർ CV നരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് മന്ത്രി എം ബി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂക്ഷ്മ നീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ 2 കോടി രൂപയിൽ നിന്ന് 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാപ്പിക്കുളം നവീകരിച്ചത്. 107 കാർഷിക കുളങ്ങൾ പുതുതായിട്ടുണ്ടാക്കി തൊഴിലുറപ്പൊക്കെ ഉപയോഗിച്ചിട്ട് 107 കാർഷിക കുളങ്ങൾ, 10 മീറ്റർ നീളവും 10 മീറ്റർ വീതി 3 മീറ്റർ ആഴമുള്ളൊരു കുളം, 300 ക്യൂബിക് മീറ്റർ വെള്ളം ആ ഒറ്റ കുളത്തിൽ സംഭരിക്കാൻ പറ്റും. അങ്ങനെ 107 കുളങ്ങൾ. പിന്നെ 64 കുളങ്ങൾ നവീകരിച്ചു. പാപ്പിക്കുളം ഉൾപ്പെടെയുള്ള കുളങ്ങളുടെ നവീകരണം, പലതരത്തിലുള്ള നവീകരണം. 436 പുതിയ കിണറുകൾ ഉണ്ടാക്കി. അതിനും പ്രധാനമായിട്ട് തൊഴിലുറപ്പിനെ തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മുടെ അംഗൻവാടികളെല്ലാം റീചാർജിങ് നടപ്പാക്കി. പൊതുസ്ഥാപനങ്ങളുടെ മുഴുവൻ റീചാർജിങ് നടപ്പാക്കി. തിരുമിറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും പുനരുദ്ധാരണം നടത്തിയ മംഗ്ലി തോടിന്റെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. തൃത്താലയിൽ രൂക്ഷമായിരുന്ന ജലദൌർലഭ്യമില്ലാതാക്കാൻ സുസ്ഥിര തൃത്താല പദ്ധതി വഴിയൊരുക്കിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വെള്ളത്തിനായി ടാങ്കർ ലോറിയെ കാത്ത് ജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥ മാറിയത് പദ്ധതിയുടെ വിജയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പള്ളിപ്പാടം ALP സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TA സുഹറ അധ്യക്ഷയായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോ മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ്, PS സുരേഷ് ബാബു, PA അബ്ദുൽ വാഹിദ്, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സൈദലി, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ A വിശ്വനാഥൻ സ്വാഗതവും ഓവർസിയർ PT ജോസ് നന്ദിയും പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിന്റെ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് മന്ത്രി എം ബി രാജേഷ് അനുവദിച്ച പ്രത്യേക ബഡ്ജറ്റ് വിഹിതമായ 2 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. 8 ചെറുനീർത്തടങ്ങളിൽ മണ്ണ് ജലജൈവ സമ്പത്ത് സംരക്ഷിക്കാനായി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. തിരുമിറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊരക്കുഴിത്തോട് നീർത്തടത്തിൽ മൺവരമ്പ്, തെങ്ങിൻതടം, മൺകുളം, മേൽക്കൂര മഴവെള്ള സംഭരണം, ഫലവൃക്ഷത്തൈ വിതരണം എന്നിവ നടപ്പാക്കി. മംഗ്ലിത്തോട് ആഴവും വീതിയും വർദ്ധിപ്പിച്ച് പാർശ്വഭിത്തി നിർമ്മാണം 213.50 മീറ്റർ നീളം പൂർത്തീകരിച്ചു. ഇതുവഴി 10 ലക്ഷം ലിറ്റർ ജലം ഭൂമിയിലേക്ക് ശേഖരിക്കുവാനും 506 ഹെക്ടർ പ്രദേശത്തെ മണ്ണും ജൈവസമ്പത്തും സംരക്ഷിക്കുവാനും സാധിച്ചുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്ഷാമമാണ്. ഞാനിവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നേരിട്ട ഏറ്റവും വലിയ കീറാമുട്ടി പ്രശ്നം വെള്ളക്ഷാമമാണ്. ഭാരതപ്പുഴയുടെ കരയിലാണ് തൃത്താല. വെള്ളം സർവത്ര തുള്ളി പിടിക്കാൻ ഇല്ലത്ര എന്നുള്ള സ്ഥിതിയായിരുന്നു തൃത്താലയിൽ ഉണ്ടായിരുന്നത്.
അപ്പോൾ ജലജീവൻ പദ്ധതി നടപ്പാക്കുന്നുണ്ട്, പൈപ്പിടലുണ്ട്, പൈപ്പിടാൻ റോഡ് കീറുന്നുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പൈപ്പിട്ടതുകൊണ്ട് മാത്രം വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഭൂമിയിൽ ഉണ്ടാവണ്ടേ? SDPI 17ാമത് സ്ഥാപക ദിനം തൃത്താല മണ്ഡലത്തിൽ വ്യാപകമായി ആഘോഷിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും ബ്രാഞ്ച് പരിധികളിലും പതാക ഉയർത്തൽ, സേവന പ്രവർത്തനങ്ങൾ, മധുരവിതരണവും ഉണ്ടായി. വിവിധ ബ്രാഞ്ചുകളിലായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം, മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല, മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമൂച്ചി, വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. തൃത്താല മണ്ഡലത്തിലെ ഓണം ജനകീയ കാർഷികോത്സവത്തിന്റെ ഭാഗമായുള്ള മണ്ഡലം തല വിത്തിറക്കൽ ഉത്സവം ആലിക്കര കോട്ടൂർമന 2.5 ഏക്കർ കൃഷിയിടത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഭൂമിയിൽ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള ലളിതമായ മാർഗമാണ് സുസ്ഥിര തൃത്താല മുഖേന നടപ്പാക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. പദ്ധതിയിലൂടെ ഭൂഗർഭജല വിധാനത്തിൽ 82 സെന്റിമീറ്റർ ജലം ഉയർത്താനായി. ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആനി വിനു അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ്, കൃഷി ഓഫീസർ സുദർശൻ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, പാടശേഖര സമിതി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി MB രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് സെപ്റ്റംബർ 1 മുതൽ 3 വരെ ജനകീയ കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ള കാർഷിക വിളവെടുപ്പ് ഉത്സവമാക്കുന്നതിനും സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഓണം ലക്ഷ്യം വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭ്യമാക്കുകയുമാണ് കാർഷികോത്സവത്തിന്റെ ലക്ഷ്യം. മത്സ്യകൃഷി വിപണനവും കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ഓണവിപണി ലക്ഷ്യമിട്ട് 100 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. 10 ഏക്കർ സ്ഥലത്ത് പുഷ്പകൃഷിയും നടത്തും. കൂടാതെ ഓണക്കിറ്റ് പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും. ഓണത്തിനാവശ്യമായ പച്ചക്കറികൾക്കൊപ്പം ശർക്കര വരട്ടി, കായ വറുത്തത്, പപ്പടം, പായസം എന്നിവയും മിതമായ നിരക്കിൽ ഓണക്കിറ്റ് വഴി തയ്യാറാക്കി നൽകും. കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വിഭവങ്ങൾ തയ്യാറാക്കും. മാരിയത്തോടെ ഞാൻ കണ്ടില്ല. ഇപ്പം ഇതിന്റെ മൊത്തം നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീമതി മാരിയത്ത് കിബിത്തിയ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് കൃഷി വകുപ്പിന്റെ വലിയ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ 7 ടണ്ണാണ് വിറ്റഴിച്ചത്. ആ അനുഭവത്തിൽ നിന്ന് പ്രചോദനവും ആവേശവും ഉൾക്കൊണ്ട് അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ആരംഭിക്കും എന്ന്. ചാലിശ്ശേരി എന്നൊക്കെയുള്ള ധാരാളം കർഷകരെ നമ്മളൊന്ന് ആദരിച്ചിരുന്നു അവിടെ. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പ് നമ്മൾ ഉടൻ ആരംഭിച്ചു. കൃഷി വകുപ്പ് അതിന് നേതൃത്വം കൊടുത്തു. മാരിയത്തിന്റെ നേതൃത്വത്തിൽ ഒരു പെൺപടയാണ് തൃത്താലയിലെ കൃഷി ഓഫീസർമാർ. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെയാണ് അനുമോദിച്ചത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. ഇതോടൊപ്പം USS, NMMS, സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മുഹമ്മദ് മോഹസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനയിലെ പല കാര്യങ്ങളും ഇല്ലാതെയാവുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും അടയാളങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്ത് മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നു എന്ന വിവാദവും പ്രശ്നങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് അലി മറ്റാമ്പലം അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ V. ജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ MK ഷീജ, സ്കൂൾ മാനേജർ VN പ്രസാദ്, അബ്ദുൽ റഷീദ്, N റസാഖ്, ഷാനിബ, NK റാസി, അഷ്റഫ് അലി, KT റഫീഖ്, ആമിന, KT ഹംസ, ഷീല, P. പ്രദീപ്, M. മിനി, പ്രധാനാധ്യാപകൻ P. സുന്ദരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.
തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പുരസ്കാരം പദ്ധതിയുടെ ഭാഗമായി വിജയോത്സവവും പ്രതിഭാ സംഗമവും നടന്നു. അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന വിജയോത്സവം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 14 വിദ്യാലയങ്ങളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ ഗ്രേഡ് നേടിയ 600ഓളം വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്ക് എൻലൈറ്റ് എക്സലൻസ് ട്രോഫിയും മന്ത്രി എം.ബി. രാജേഷ് സമ്മാനിച്ചു. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് VP റിജീന അധ്യക്ഷയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, റാഷിദ് കരിമ്പനക്കൽ എന്നിവർ മുഖ്യാതിഥികളായി. നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഇടപെടുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിലുള്ള മുതൽ മുടക്ക്, അത് ഏതു തരത്തിലുള്ള മുതൽ മുടക്കോ ആവട്ടെ, അത് സമൂഹത്തിന് മികച്ച റിട്ടേൺസ് നൽകുന്ന ഒന്നാണ്. അതാണ് നാളെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് MLA എന്ന നിലയിൽ മണ്ഡലത്തിലെ ഏറ്റവും മുൻഗണനയുള്ള മേഖലയായി വിദ്യാഭ്യാസത്തെ കാണുന്നത്. സാംസ്കാരിക വകുപ്പും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും നടപ്പാക്കുന്ന സൗജന്യ കലാപരിശീലന പദ്ധതിക്ക് തുടക്കമായി. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സാംസ്കാരിക വകുപ്പും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിനാണ് തുടക്കം കുറിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുസിൻ MLA കലാപരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ കൂടുതൽ അതിന് പ്രചരണം കൊടുക്കുക, കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുക, അങ്ങനൊരു സാംസ്കാരികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുകയും യുവ കലാകാരികളും കലാകാരന്മാർക്കും താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു സ്വന്തമായി ഒരു സംവിധാനം ഒരുക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭ്യമാകുന്നത് വരെ അവർക്കൊരു കോൺഫിഡൻസ് ലഭിക്കാനും അവരെ ഒന്ന് മുന്നോട്ട് നയിക്കാനും ഒക്കെ ഈ പ്രോജക്റ്റിന് കഴിയും എന്നൊരു സംശയമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയായിരുന്നു. ജനസമിതി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ, MK മുഹമ്മദ്, P പ്രസന്ന, KP സുപ്രഭ, A രാമചന്ദ്രൻ, PH ഫീദ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ആമക്കാവ് നമ്മണിപ്പറമ്പ് ചിന്മുദ്ര ഫിറ്റ്നസ് സെന്റർ വിദ്യാർത്ഥികൾക്കായി യോഗാ ദിനം ആചരിച്ചു. യോഗ പ്രദർശനവും നടത്തി. മാസ്റ്റർ സുജേഷ് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ രജീഷ്, അംഗൻവാടി അധ്യാപിക ഗിരിജ എന്നിവർ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. വിളയൂർ പഞ്ചായത്തിലെ 15ാം വാർഡിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുഴി ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലാണ് വനിതകൾക്കായി സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുഴി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിഷൻ 50 ഹെൽത്ത് ആൻഡ് വെൽനസ് പദ്ധതിയുടെ തുടർച്ചയായാണ് യോഗ ക്ലാസുകൾ നടപ്പാക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്ക് കോട്ടയംകുന്ന് അംഗൻവാടിയിൽ വെച്ചാണ് ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ TP ദാസൻ അധ്യക്ഷനായിരുന്നു. അംഗൻവാടി ടീച്ചർ ഉഷാകുമാരി, വാർഡ് ഓഫീസ് കോർഡിനേറ്റർ KP ശൈലജ, യോഗാധ്യാപകരായ ലീല മറക്കാവിൽ, ലളിത കോട്ടയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം പ്രവാസി യുവാവ് മകന്റെ മുന്നിൽ മുങ്ങി മരിച്ചു. തൃത്താല ഉള്ളന്നൂരിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. തൃത്താല ഉള്ളന്നൂർ തച്ചറംകുന്നത്ത് 38 വയസ്സുള്ള അനസാണ് വീട്ടുകുളത്തിൽ മുങ്ങി മരിച്ചത്. ശനിയാഴ്ച കാലത്ത് 9:30യോടെയായിരുന്നു ദാരുണാപകടം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്ന അനസ് നാട്ടിലെ അവധി ആഘോഷിക്കാനെത്തിയത്. കുടുംബത്തിൽ അടുത്ത ദിവസം നടക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന ആഗ്രഹം കൂടി അനസിനുണ്ടായിരുന്നു. തുടർന്ന് ശനിയാഴ്ച കാലത്ത് 9:30യോടെ ഏകമകൻ റസലിനൊപ്പം അനസ് വീട്ടിലെ കുളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. കനത്ത മഴയിൽ നിറഞ്ഞുകിടന്നിരുന്ന കുളത്തിന്റെ ആഴങ്ങളിൽ അനസ് മുങ്ങിത്താഴ്ന്നു. മകൻ റസൽ ബഹളം വച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ഉടൻ തന്നെ യുവാവിനെ കരക്കെത്തിച്ച ശേഷം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിതാവ് അലി, മാതാവ് ജമീല, ഭാര്യ റെയ്ദ. ഓൾ കേരള പെയിന്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ CITU സംസ്ഥാന കൺവെൻഷൻ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള പെയിന്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ CITUവിന്റെ സംസ്ഥാന കൺവെൻഷൻ പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് വളാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ റെക്കഗ്നേഷനുള്ള 4ാമത്തെ സംഘടന. നിർഭാഗ്യവശാൽ അതിന്റെ കർമ്മശേഷി കൊണ്ട്, പ്രവർത്തന നിരത കൊണ്ട്, അതിന്റെ പ്രൊഡക്ടിവിറ്റി കൊണ്ട് 4ാം സ്ഥാനത്ത് വന്ന പോരാ. പക്ഷേ അധികാരത്തിലിരിക്കുന്നത് BJP ഗവൺമെന്റ് ആയതുകൊണ്ട് ടി ഗോപാലകൃഷ്ണൻ, KC ശ്യാം, വി ശശികുമാർ, M അംസ, AV സുരേഷ്, പ്രസാദ് ചുങ്കത്ത്, കരീം പുളിയങ്കല്ല്, രതീഷ് കായംകുളം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്നിയംകൂടിന്റെ 10 വർഷത്തിലെത്തിയ വിത്ത് യാത്രയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം തളി വിരുട്ടാണം തോട്ടുവരമ്പിൽ നടന്നു. വിരസ്ഥാനം ക്ഷേത്രം രക്ഷാധികാരി VKS അടികൾ ആദ്യ കരിമ്പന വിത്തുപാകി. പാലക്കാടിന്റെ മുഖമായ കരിമ്പനകളെ തിരിച്ചുപിടിക്കാനും മറ്റു ജില്ലകളിൽ കൂടി കരിമ്പനകളെ നട്ടുവളർത്താനുമുള്ള പദ്ധതിയാണ് രാജേഷ് നന്നിയംകൂട് നടത്തിവരുന്ന വിത്ത് യാത്ര. ചടങ്ങിൽ അധ്യാപികയും കവിയുമായ ചിത്രലേഖ, പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലാക്കാട്, ബ്ലോഗർ വിനീത് നീണ്ടൂർ, പീതാംബരൻ, ഉണ്ണികൃഷ്ണൻ, രുക്മിണി അടിശ്യാർ, ലത പഴയിടം, ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ പ്രവർത്തകർ ഇവിടെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള ജില്ലാതല ഉദ്ഘാടനമാണ് വിരുട്ടാണത്ത് ഇവിടെ നടക്കുന്നത്. ഈ ജില്ലാതല ഉദ്ഘാടനത്തിന് ഇവിടുത്തെ നേതൃത്വം നൽകുന്നത് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫറും സാംസ്കാരിക പ്രവർത്തനം. തൃത്താല ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും തുടക്കമായി. ജൂൺ 19 ആരംഭിച്ച ചടങ്ങുകൾ ജൂൺ 27 വെള്ളിയാഴ്ച സമാപിക്കും. വാസുദേവൻ വാളേരിയാണ് യജ്ഞാചാര്യൻ. ചടങ്ങുകളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി ഭക്തി പ്രഭാഷണങ്ങൾ, ഭാഗവത പാരായണം, വിശേഷാൽ പൂജകളും നടക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.